ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കേട്ടറ്റ് കാറ്റഗറി 1-ലെ EVSൽ നിന്ന് ചോദിച്ച കുറച്ച് വ്യത്യസ്തമായിട്ട് ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയും ലഭ്യമാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഡെമോ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ്, അതായത് ഈ ഒരു ടോപ്പിക്ക് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുമായിട്ട് ബേസ് ചെയ്ത് മിക്കപ്പോഴും ഒരു ചോദ്യം വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷ തത്വങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ അല്ലാത്തത് ഏത്, പാമ്പ് കടിയേറ്റാൽ ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷ ഏത്, അങ്ങനെയൊക്കെ പൊള്ളലേറ്റാൽ ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷ ഏത്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഏത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ട് വരാറുള്ളതാണ്. പത്രത്തിൽ ചോദിച്ച ഒരു ചോദ്യം, അതായത് ഒരു അബ്രിവേഷൻ ആണ്, ഏതാണ് CPR അല്ലെ, CPRന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ CPR നമ്മൾ പഠിച്ചതാണ് അല്ലെ, കാർഡിയോ വാസ്കുലാർ പമ്പിംഗ് റെസ്പോൺസ് അല്ല എന്ന് നമുക്കറിയാം. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, അതേപോലെ തന്നെ കാർഡിയോ പ്രഷർ റിലീഫ്, ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. ആൻസർ ഏതാണ്? കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെ, നമ്മൾ പഠിച്ചതാണ്. CPRന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, വളരെ സിമ്പിൾ. CPRന്റെ ഫുൾ ഫോം എന്താണ്? കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അതേപോലെ ചോദിക്കാറുണ്ട് ECGയുടെ ഫുൾ ഫോം. ECG ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം ഹൃദയസ്പന്ദനത്തിന്റെ നിരക്കളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG. അതേപോലെ ചോദിച്ചിട്ടുണ്ട് EEG ഇലക്ട്രോ എൻസിഫലോഗ്രാം. ഇലക്ട്രോ എൻസിഫലോഗ്രാം അല്ലെ, തലച്ചോറിലെ വൈദ്യുത സ്പന്ദനങ്ങളുടെ നിരക്കളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ എൻസിഫലോഗ്രാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അബ്രിവേഷനുകൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. കൃഷി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വരാറുണ്ട്. സങ്കരയിനങ്ങൾ ചോദിക്കാറുണ്ട്, മണ്ണിന്റെ pHുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും ചോദിക്കാറുണ്ട്. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് അല്ലെ, കാസർഗോഡ്. അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഈ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടാണ്. അതേപോലെ ചോദിച്ച മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരള കാർഷിക സർവകലാശാല, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണൂത്തിയാണ്. മണ്ണൂത്തി എന്ന് പറയുന്നത് എവിടെയാണ്? മണ്ണൂത്തിയാണ്. മണ്ണൂത്തി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതേപോലെ തന്നെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI അല്ലെ, തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ CPCRI, ഇത് CTCRI. അതെവിടെയാണ്? ശ്രീകാര്യം. ശ്രീകാര്യം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. അതേപോലെ തന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് വരാം RRI, കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ് അല്ലെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതാണ് നമ്മളോട് ചോദിച്ചത്, ഏതാണ്? CPCRI, അത് കാസർഗോഡാണ്. കണ്ടോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ SCRT കണ്ടന്റ് ആണ്, അവിടെ നിന്ന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. കേരള സർവകലാശാല എന്താണ്? കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി തൃശ്ശൂരാണ്. അതേപോലെ തന്നെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയവും, അതേപോലെ തന്നെ തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡുമാണ്. അതായത് CPCRI. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം, അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ ഈ ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അത്തരത്തിൽ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ഗ്രഹം അല്ലെ, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും പലപ്പോഴും ചോദിക്കുന്നത് അല്ലെ, ഇല്ലെങ്കിൽ അതിന്റെ ഓർഡർ പറയാനായിട്ട് അല്ലെ, നമ്മുടെ ഭൂമി അല്ലെ, നമ്മുടെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ആ ഒരു ഓർഡർ പറയാനായിട്ട് അല്ലെ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളില്ല, അതേതാ? സൂര്യനുടെ ഏറ്റവും അടുത്ത ഗ്രഹം, ആൻസറായി. സൂര്യനുടെ ഏറ്റവും അടുത്ത ഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ആൻസറായി.
സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? സൂര്യനോട് ഏറ്റവും അടുത്തുള്ളതും സൗരയൂഥത്തിൽ ഏറ്റവും ചെറുതുമായിട്ടുള്ള ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബുധനാണ് അല്ലേ? ബുധൻ അല്ലേ? സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഏതാ? ബുധൻ. രണ്ടാമത് ശുക്രൻ, മൂന്നാമതാണ് നമ്മുടെ ഭൂമി അല്ലേ? അപ്പൊ ഏതാണ്? ബുധനാണ് അല്ലേ? കണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ K1 ചോദിക്കാറുണ്ട്. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. ചോദ്യം വരുന്ന ടോപ്പിക്ക് അതിന്റെ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ഈ പറയുന്ന ലോഹ സങ്കരങ്ങൾ, പിച്ചള എന്ന് പറയുന്നത് ഏത് ലോകത്തിന്റെ ലോഹ സങ്കരങ്ങളാണ്? പിച്ചള എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരമാണ്? ഈ പറയുന്ന കോപ്പറിന്റെയും സിങ്കിന്റെയും സങ്കര ഇനമാണ് പിച്ചള എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓട് എന്ന് പറയുന്നത് അല്ലെ, ബ്രൗൺസ് എന്ന് പറയുന്നത് കോപ്പർ, ടിന്ന് എന്നിവയുടെ ലോഹ സങ്കരമാണ് ഓട് എന്ന് പറയുന്നത്. ഗൺമെറ്റലോ? കോപ്പറും ടിന്നും സിങ്കും. കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗൺമെറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഗൺമെറ്റൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിക്രോം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാറുള്ളത്? നിക്കലും ക്രോമിയം മാത്രമേ പറയാറുള്ളൂ. നിക്കലും ക്രോമിയം മാത്രമല്ല, അവിടെ ഇരുമ്പും കൂടെ ഉണ്ട്, ഇരുമ്പ്. അതേപോലെ തന്നെ ഒരു വട്ടം ചോദിച്ചാണ് അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് അൽനിക്കോ. അവിടെ അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, അതേപോലെ എന്തും വരുന്നുണ്ട്? ഇരുമ്പും വരുന്നുണ്ട്. അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂസ് വയർ എന്ന് പറയുമ്പോൾ ടിന്നും ലെഡും കൂടെ ചേർന്നതാ. ടിന്ന്, ലെഡ് എന്നിവയുടെ സങ്കര ഇനമാണ് ഫ്യൂസ് വയർ. ക്ലിയർ ആയിട്ട് പഠിക്കുക. ടിന്ന്, ലെഡ് എന്നിവയുടെ സങ്കര ഇനം ഫ്യൂസ് വയറും, നിക്കല്, ഇരുമ്പ്, ക്രോമിയം എന്നിവയുടെ സങ്കരം എന്ന് പറയുന്നത് നിക്രോം, ഗൺമെറ്റല് കോപ്പർ, ടിന്ന്, സിങ്ക് ആണ്. അതേപോലെ തന്നെ ഓട് എന്ന് പറയുന്നത് കോപ്പർ, ടിന്നാണ്. അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, അടുത്തത് തയാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. പലപ്പോഴും അപര്യാപ്തത രോഗങ്ങൾ അല്ലെ, എന്തിന്റെയെങ്കിലും ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ചോദിച്ച ഒന്നാണ് തയാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ തയാമിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് തയാമിൻ എന്ന് പറഞ്ഞ B1 ആണ്. കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറി. പെല്ലഗ്ര എന്ന് പറയുന്നത് നിയാസിൻ എന്നറിയപ്പെടുന്ന B3 കുറവ് മൂലമാണ്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ ഡി, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഏതാണ്? ജീവകം വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അല്ലെ, വിറ്റാമിൻ എയുടെ കുറവ് മൂലം അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? നിശാന്തത, രാത്രിയിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ. ഇനി വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറോഫ്താൽമിയ. 2 പോയിന്റാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയും വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സിറോഫ്താൽമിയമാണ്. B3 വിറ്റാമിൻ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. B9 വിളർച്ച ഉണ്ടാകുന്നു. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് പൊതുവെ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ്. കുട്ടികളിൽ സൺഷൈൻ വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. വിറ്റാമിൻ കെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് കെ. അപ്പോൾ കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്, രക്തസ്രാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് വന്ധ്യതയ്ക്ക് കാരണമാകുന്ന അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം വന്ധ്യത. കിട്ടിയല്ലോ? അപര്യാപ്തത രോഗങ്ങളും നമുക്ക് ഇടയ്ക്കൊക്കെ ചോദ്യങ്ങളിൽ കയറി വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യം നോക്കിക്കൊള്ളുക. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തില് ദിനാചരണം നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം എന്നാണ്. ഇക്കോ ക്ലബ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നേച്ചറുമായിട്ടുള്ള മണ്ണുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഒരു ഡേ ആയിരിക്കണം. അതേതാണ്? ഒരു ഡൗട്ടും വേണ്ട, December 5 ലോക മണ്ണ് ദിനം അല്ലെ. അപ്പൊ ആൻസർ ഏതാണ്? December 5 ആണ്.
ഡിസംബർ 5 നവംബർ 14 നമുക്കറിയാം ഡയബറ്റീസ് ഡേ, പ്രമേഹ ദിനമാണ്. ജൂലൈ 21 എന്ന് പറയുന്നത് ചാന്ദ്രയാൻ ദിനമാണ്. അപ്പൊ ബാക്കി ദിവസങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഏതാണ്? ഫെബ്രുവരി 4. എന്താണ് ഫെബ്രുവരി 4ന്റെ പ്രത്യേകത? ക്യാൻസർ ഡേ അല്ലെങ്കിൽ അർബുദ ദിനമാണ്. ഇപ്പൊ ഫെബ്രുവരി 2 നമ്മൾ പഠിക്കുന്നതാണ്. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ അല്ലെ തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേയും ഫെബ്രുവരി 4 ക്യാൻസർ ഡേയുമാണ്. ഇനി മാർച്ച് 21 ലോക വനദിനമാണ്. വനദിനം അല്ലെ, ലോക വനദിനമാണ് മാർച്ച് 21. അത് പഠിക്കാനായിട്ടൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. വനജയുടെ കാലിൽ ക്ഷയം ഒന്ന് ഓർത്താൽ മതി. എന്താണ്? വനജയുടെ, വനജ കൊണ്ട് വലിച്ചെഴുതുക. വനജയുടെ കാലിൽ ക്ഷയം ആണല്ലോ, ക്ഷയം. അതെന്ത് ചെയ്യുക? വനദിനം ഒരു ഡേ പഠിച്ചു വെക്കുക. മാർച്ച് 21. വനദിനം മാർച്ച് 21 വനദിനം മാർച്ച് 21. ജലദിനം അതിന്റെ തൊട്ടടുത്ത ദിവസം മാർച്ച് 22. കാലാവസ്ഥ ദിനം അതിന്റെ തൊട്ടടുത്ത ദിവസം മാർച്ച് 23. ക്ഷയദിനം അതിന്റെ തൊട്ടടുത്ത ദിവസം മാർച്ച് 24. ആ ഒരു കോഡ് ഉണ്ടെങ്കിൽ 4 ദിവസം പഠിക്കാം. വനജയുടെ കാലിൽ ക്ഷയം. വനദിനം 21, ജലദിനം 22, കാലാവസ്ഥ ദിനം 23, ക്ഷയദിനം 24 ആണല്ലോ. അപ്പൊ മാർച്ച് 21 ലോക വനദിനമാണ്. മാർച്ച് 22 ലോക ജലദിനമാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനമാണ്. 24 നമ്മൾ പഠിച്ചു ക്ഷയദിനം. ഓക്കെ. അതേപോലെ തന്നെ ജൂലൈ 21 നമ്മൾ പഠിച്ചു. എന്താണ്? ചാന്ദ്രദിനമാണ്. നവംബർ 7 നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ ആണ്. നവംബർ 7. നവംബർ 14 എന്ന് പറയുന്നത് ലോക പ്രമേഹ ദിനം, വേൾഡ് ഡയബറ്റീസ് ഡേ. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട ദിവസങ്ങൾ ചോദിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ പഠിച്ചു വെച്ചോളുക. ഓക്കെ, ശരി. അടുത്തത് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ഏതാണ്? അപ്പൊ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ താപം നിലനിൽക്കാൻ, ചൂട് നിലനിൽക്കാൻ കാരണമാകുന്ന വാതകങ്ങളെയാണ് നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം. പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് CO2, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡുകൾ അല്ലെ, അതേപോലെ തന്നെ വാട്ടർ വേപ്പറുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങൾ. ഇവിടെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകാത്ത വാതകം അല്ലെ, ആകാത്ത വാതകം എന്നാണ്. കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീഥെയ്ൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. എന്നാൽ അമോണിയ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മിക്കപ്പോഴും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റും അതിന് കാരണമാകുന്ന വാതകങ്ങൾ. അത്തരത്തിൽ തന്നെ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജീവികളുടെ ചലനാവയവങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് നോക്കാം. പാരമീസിയത്തിന്റെ ഇവിടെ പറയുന്ന ഓപ്ഷൻ ശരിയാണോ എന്ന് നോക്കണം. പാരമീസിയത്തിന്റെ ടെന്റക്കിൾ ആണോ? പാരമീസിയത്തിന്റെ ടെന്റക്കിൾ അല്ല, അത് നമ്മൾ സീലിയകൾ എന്നാ പറയുന്നത്. സീലിയകൾ. ഓക്കെ. യുഗ്ലീനയുടെ ഫ്ലജല്ലം ആണോ? കറക്റ്റ് ആണ്. യുഗ്ലീനയുടെ ഫ്ലജല്ലമാണ് ചലനാവയവം, സഞ്ചരിക്കാൻ സഹായിക്കുന്ന അവയവം ഫ്ലജല്ലയാണ്. ശരിയാണ്. അമീബയുടെ സീലിയാണോ? അല്ല. അമീബയുടെ നമ്മൾ പഠിക്കുന്നതാണ് കപടപാദങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോപോഡിയ. അത് തെറ്റാ അല്ലെ, സീലിയ തെറ്റാ. ഹൈഡ്രയുടെ കപടപാദകങ്ങൾ, ഹൈഡ്രയുടെ എന്ന് പറയുന്നത് ടെന്റക്കിൾസ് ആണ്. ടെന്റക്കിൾസ്, ഈ പറയുന്ന ടെന്റക്കിൾസ് ആണ് ഹൈഡ്രയുടെ വരുന്നത്. അപ്പൊ അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് യുഗ്ലീന ഫ്ലജല്ലം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കണ്ടോ? ഇത്തരത്തില് നല്ല ചോദ്യങ്ങളാണ് നമുക്ക് കേട്ടിട്ട് വരുന്നത് അല്ലെ. ഇനി വരാൻ പോകുന്ന കേട്ടിട്ട് പാസ്സാകണമെങ്കിലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ കേട്ടിട്ടിന്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് കേട്ടിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് കാറ്റഗറി 1, 2, 3 എല്ലാ സബ്ജക്റ്റുകളും 4 എല്ലാത്തിനും നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഈ കേട്ടറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ കണക്ട് ചെയ്യുക. 8589083568 എന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാത്രം ഏകദേശം 5000-ഓളം സ്റ്റുഡൻസിനെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു. സോ തീർച്ചയായിട്ടും കേട്ടറ്റ് എന്ന് പറയുന്നത് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ഒരു ഡൗട്ടും വേണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.